പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഹോം ബോക്സിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. വീഡിയോയിലേക്ക് കിടക്കാം. അവിടെ കുറച്ച് നാളായി പോയിട്ട് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇതാ ഇഷ്ടംപോലെ പുതിയ പുതിയ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. ഈ കപ്പൊക്കെ എന്ത് രസമല്ലേ. കപ്പെന്ന് പറഞ്ഞാൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. എത്ര വാങ്ങിച്ചാലും മതിയാവത്തില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് അധികമൊന്നും എടുത്തില്ല. അത്യാവശ്യം വേണ്ടത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇങ്ങനെ കണ്ടു നടക്കാൻ തന്നെ എന്ത് രസമല്ലേ ഇങ്ങനത്തെ കടകളിൽ. അത് പ്രത്യേകിച്ച് നമുക്കാണ്, ഈ വീട്ടമ്മമാർക്കാണല്ലോ ഇതൊക്കെ കൂടെ ക്രേസാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്ത് രസം, ഈ സെറാമിക്കിൻ്റെയൊക്കെ ഇതെന്നും ഞാൻ വന്ന് നോക്കിയിട്ട് പോകും. വാങ്ങിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. പിന്നെ ഹോം സെൻറ്ററും ഉണ്ട്. ഹോം സെൻറ്റർ പക്ഷേ ഇച്ചിരി കൂടെ എക്സ്പെൻസീവാണ്. ഹോം ബോക്സ് പിന്നെ ലാഭമാണ്. പിന്നെ ഇവിടെ ഹോം സെൻറ്ററിനെക്കാട്ടി എനിക്ക് തോന്നിയിട്ടുള്ള ഹോം ബോക്സിൽ കുറച്ചുകൂടെ പുതിയ പുതിയ സാധനങ്ങൾ പെട്ടെന്ന് വരും. ഈ ഐക്യ ഹോം സെൻറ്ററിലൊക്കെ ആണെങ്കിൽ പണ്ട് തൊട്ടേ ഒരേ സാധനങ്ങളാണ്. പുതിയ സാധനങ്ങൾ വരാൻ ഇച്ചിരി സമയമെടുക്കും. പക്ഷേ ഹോം ബോക്സ് അങ്ങനെയല്ല കേട്ടോ, ലാഭമാണ്. പക്ഷേ പുതിയ പുതിയ സാധനങ്ങൾ വേഗം വരും. അതാണ് നമ്മൾ മടുക്കത്തില്ല. കൺട്രോൾ ചെയ്തേ വാങ്ങിക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് അടുത്ത ഓരോ വർഷം കഴിയുന്നതും പുതിയ പുതിയ സാധനങ്ങൾ വരുമല്ലോ. അപ്പോൾ നമ്മൾ കണ്ടു പോവുക. പിന്നീട് നല്ലത് കിട്ടുമ്പോൾ മേടിക്കുക. ഇതൊക്കെ ഓർഗനൈസേഴ്സാണ്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സാധനങ്ങൾ നല്ല ലാഭമായിട്ടോ. ഇതിനകത്ത് ഒരു 3-4 ഉണ്ട്. സെറ്റായിട്ടാണ് 7 തറയേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി എൻ്റെ പണ്ട് മേടിച്ചൊക്കെ ഇരിപ്പുണ്ടോ, ഇതൊന്നും മേടിച്ചില്ല. ഇരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഈ കെറ്റിലും ഈ സാധനങ്ങളുണ്ടല്ലോ, ഇതെന്ത് രസമാണെന്നൊരു ക്രീം കളറും ബ്ലാക്ക് കളറും. അത് പണ്ടോട്ടേ ഹോം ബോക്സിലുണ്ട്. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വില കാരണം അടുക്കാൻ പറ്റുന്നില്ല. 179 ദിറമാണ് ഈ കാണുന്ന കെറ്റിലിന്. അത് കാണാൻ തന്നെ ഒരു നല്ല ലുക്കാണ്. ഉപയോഗിക്കാനൊന്നും തോന്നത്തില്ല കേട്ടോ ഇതൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ. അതാണ് പ്രശ്നം. കാണാൻ നല്ല ലുക്ക്, നല്ലൊരു മോഡുലാർ കിച്ചണിലൊക്കെ ഇത് വയ്ക്കാൻ നല്ല രസമായിരിക്കും. എപ്പോഴും ഇതുപോലെയൊക്കെ വന്ന് തൊട്ട് തലോടിയിട്ടൊക്കെ ഞാൻ പോവും. ബ്ലാക്കും അതിനെക്കാട്ടും സൂപ്പറാണ്, നല്ല രസമാണ്. അതിൻ്റെ തന്നെ എയർ ഫ്രയറും ബ്ലെൻഡേഴ്സും ഒക്കെ ഉണ്ട് അതേ കളേഴ്സിൽ. നമുക്കൊരു ഒരുമിച്ച് മേടിക്കാം. അപ്പോൾ ഈ ഓഫറൊക്കെ ഈ റംസാൻ സമയത്ത് കിട്ടും. അപ്പോൾ ഓഫർ നോക്കി മേടിച്ചാലും മതി. ഇത് ആമസോണിലും കാണും കേട്ടോ ഇതുപോലത്തേക്ക്. പിന്നെ ഈ കാണുന്നതെല്ലാം ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സാണ്. ഫ്രിഡ്ജിനകത്ത് നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാൻ പറ്റിയ ടപ്പുകളും കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊന്നും ഞാൻ പണ്ടൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. എന്നാൽ നല്ലതാണ്. അപ്പം ബാക്കിയുള്ള നമ്മുടെ കട്ട്ലറി ഓർഗനൈസേഴ്സ്, അങ്ങനത്തെ കപ്പിടാനും അങ്ങനെ ഗ്ലാസ് വെക്കാനൊക്കെ ഉള്ള സാധനങ്ങളാണ് ഇതെല്ലാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും. പിന്നെ ഈ ട്രേ, അത് നമുക്ക് ഈ കറങ്ങുന്ന ടൈപ്പ് ട്രേ ആണ്. സാധനങ്ങളൊക്കെ സ്പൈസൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്ത് കണ്ടാലും നമുക്ക് ഉപയോഗമുള്ളതായിട്ട് തോന്നും. അത് അത്യാവശ്യം തോന്നുന്ന മാത്രം നോക്കി എടുക്കുക, അതേ നടക്കത്തുള്ളൂ. പിന്നെ പുതിയ വീട്ടിലൊക്കെ സെറ്റായി, കിച്ചണൊക്കെ സെറ്റായി എന്നുള്ളവർക്ക് ഇതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാം ഇങ്ങനെ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അഫോർഡബിളായിട്ട് നമുക്ക് മേടിക്കാമല്ലോ, വലിയ വിലയില്ലാതെ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, തീരെ മോശമൊന്നും അല്ല. ഈ ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ലുക്കാണ്. നമ്മുടെയൊക്കെ ഫുഡ് ഗ്രേഡായിട്ടുള്ള പ്രോഡക്റ്റ്സാണ്. സ്റ്റീലിൻ്റെ ആണെങ്കിലും എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നമുക്കൊരു പുതിയ കിച്ചണൊക്കെ ചെയ്ത് കഴിഞ്ഞവർക്ക് നല്ല നോക്കി സെറ്റ് ചെയ്ത് മേടിക്കാൻ പറ്റും പ്രോഡക്ട്സൊക്കെ. പിന്നെ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി ഇവിടെ ഉണ്ട് കേട്ടോ UAE-യിൽ. ഞാൻ വന്ന സമയത്ത് ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. നോൺ സ്റ്റിക്കും അങ്ങനത്തെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നാട്ടിൽ ഭയങ്കരമായിട്ട് എല്ലാവരും അയൺ കടായി മേടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ തോന്നുന്നു ഇവിടെ കണ്ടോ, ഇവിടെ ഇരിക്കുന്നല്ലേ ഈ അയണിൻ്റെ ആണ്, കാസ്റ്റ് അല്ല, പക്ഷേ അത് വെറും അയൺ കടായി. പിന്നെ ഈ ഇരിക്കുന്നത് അലുമിനിയം നോൺ സ്റ്റിക്കാണ്. പക്ഷേ കളറൊക്കെ നല്ല രസമാണ്. അതൊരു സെറ്റായിട്ടാണ് മേടിക്കേണ്ടത്. 129 ദിറം, സെറ്റ് ഓഫ് 9 കണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഇരിപ്പുണ്ട്. അതിൻ്റെ വേറെ കളേഴ്സും ഇരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്നത് വീണ്ടും ഓർഗനൈസേഴ്സും നോൺ സ്റ്റിക്കിൻ്റെ കടയാണ്. പിന്നെ ഇങ്ങനത്തെ അരിപ്പുകൾ, സ്ട്രെയിനേഴ്സ്, കട്ട്ലറി ഇടുന്ന സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഇഷ്ടം പോലെ വെറൈറ്റീസിലുണ്ട്. നമുക്ക് പക്ഷേ ആവശ്യമെന്നുള്ള മേടിക്കാം. കാരണം ഇനിയും നല്ല നല്ല പ്രോഡക്ട്സ് വരും, നല്ല കളേഴ്സാണ്. പിന്നെ ഈ സിലിക്കൺ ടൈപ്പ് സാധനങ്ങൾ ബേക്കിങ്ങിന് ആവശ്യമുള്ളതൊക്കെ കുറേ ഉണ്ട്. കിച്ചൺ ടവൽസ്, ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കയ്യിലിടുന്ന ടവൽസ്, അങ്ങനത്തെ ഇഷ്ടം പോലെ വെറൈറ്റീസ്. ഈ പ്ലേസ് മാറ്റും ഞാൻ ഇവിടെ ഒന്ന് മേടിച്ചിട്ടുണ്ട്. നല്ലതാണ്, ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പുതിയ വെറൈറ്റീസാണെന്ന് തോന്നുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് വീണ്ടും ഇതും മേടിക്കാൻ തോന്നും. പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. എല്ലാം ഈ ജൂട്ടിൻ്റെ ടൈപ്പാണ്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വെള്ളമൊന്നും അധികം നനയാത്ത രീതിയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനൊക്കെ പറ്റും. നല്ല ലുക്കും ആയിരിക്കും. നല്ലൊരു പുതിയ വീട്ടിലൊക്കെ ഇതൊക്കെ ഇടുമ്പം നല്ല രസമായിട്ട് കിടക്കും. പിന്നെ ഇതിൻ്റെ ചീപ്പായിട്ടുള്ള ഇതൊക്കെ ഇച്ചിരി വിലയുണ്ട്. 25-69 ആയിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് ഇഷ്ടപ്പെട്ടത് കർട്ടൻസാണ് കേട്ടോ. ഒരിടയ്ക്ക് നമ്മൾ മേടിക്കാൻ നോക്കിയപ്പോൾ കർട്ടൻസ് ഒന്നും അത്ര സെലക്ഷൻ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ നല്ല സെലക്ഷനുണ്ട്, നല്ല കളേഴ്സുണ്ട്, നല്ല നല്ല സിമ്പിൾ കളേഴ്സ്, ഒരുപാട് ബഹളങ്ങളൊന്നും ഇല്ലാതെ നല്ല കളേഴ്സും നല്ല മെറ്റീരിയലും. ഒത്തിരി ബ്ലാക്ക് ഔട്ട് അല്ല,
പക്ഷേ ഒരു സെമി ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് ഒക്കെ കിടപ്പുണ്ട്. കണ്ടോ, ഈ ക്രീമൊക്കെ നല്ല ഭംഗിയുണ്ട്. വലിയ വിലയൊന്നുമില്ല. ഇതൊക്കെ ഓഫറിലും ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഓൾറെഡി കർട്ടനൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞു. കണ്ട് ആസ്വദിക്കാനേ നിവൃത്തിയുള്ളൂ. കർട്ടൻ സെലക്ഷൻ കിട്ടാൻ നല്ല പാടാണ് സെലക്ട് ചെയ്യാനായിട്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലാം ഗ്രേ കളറായിരിക്കും, ഒരുപാട് അല്ലെങ്കിൽ തീരെ ഓഫ് വൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ പിന്നെ എല്ലാം കണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഈ കുഷൻസാണ്. അതൊരു പ്രത്യേക ടൈപ്പ്, നല്ല കട്ടിയുള്ള ടൈപ്പ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റംദാൻ സമയത്ത് തറയിലൊക്കെ ഇരുന്ന് എല്ലാവരും ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഇരിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ കേട്ടോ. ന്യൂ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്, പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ തറയിലൊക്കെ ഇങ്ങനെ ചാരിയിരുന്ന് പാട്ടൊക്കെ കേട്ട് നമുക്ക് ഒക്കെ കഴിച്ചും കുടിച്ചും ഒക്കെ ഇരിക്കാമല്ലോ. അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളിൽ നല്ല കളേഴ്സായിരുന്നു കേട്ടോ. അതെല്ലാം ഇതിന് മുന്നേ കണ്ടിട്ടില്ല, ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അതിൻ്റെ തന്നെ കണ്ടോ കുഷൻസ്, റോൾ ടൈപ്പ് ഇങ്ങനത്തെ സിലിണ്ട്രിക്കൽ മോഡൽ കൊണ്ട് നല്ല രസമുണ്ട് അതൊക്കെ. പിന്നെ നമുക്കിതൊക്കെ കണ്ട് ആസ്വദിച്ചാൽ മതി, എവിടെ കൊണ്ടിടാനാണല്ലേ. പിന്നെ അങ്ങനത്തെ കുറേ സെറ്റ് ഇതൊക്കെ മേടിക്കുന്നവരുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന മാട്രസും അതിൻ്റെ പില്ലോ കവേഴ്സും ഡോർ കവേഴ്സും അത് തന്നെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതും കുറേ ഓർഗനൈസേഴ്സാണ്. നമുക്ക് ബാത്റൂമിൽ വെക്കാം, തുണികൾ ഓർഗനൈസ് ചെയ്ത് വെക്കാം, വാർഡ്രോബിലെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാം. ഇതിനൊക്കെ പണ്ട് നല്ല വിലയായിരുന്നു ഐക്യയിലെ കൊണ്ട്. ഇപ്പോൾ അതൊക്കെ വില കുറഞ്ഞ് കിടന്നിട്ടുണ്ട്. പിന്നെ ഹോം ബോക്സിലും വന്നിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മുടെ ബാത്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങൾ, ബ്രഷ്, അങ്ങനെ കോസ്മെറ്റിക്സ് അതൊക്കെ വെക്കാം. അത് മാത്രമല്ല കേട്ടോ, ഡൈനിങ് ടേബിളും ചെയേഴ്സും ഒക്കെ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. റേറ്റും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ പക്ഷെ അന്നൊന്നും ഇല്ലായിരുന്നു ഇത്രയും കളക്ഷൻസ്. പെട്ടെന്ന് പുതിയ കളക്ഷൻസ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ക്ലീനിങ് പ്രോഡക്ട്സ്, ബ്രഷുകൾ, എന്തുമാത്രം ക്ലീനിങ് പ്രോഡക്ട്സ് ആണെന്നറിയോ. ഒന്ന് കാണുമ്പോൾ അയ്യോ അത് ഇതിന് യൂസ് ചെയ്യാലോ, അത് കാണുമ്പോൾ അതിന് യൂസ് ചെയ്യാലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ ചീത്തയാകുമ്പോഴേ എനിക്കിനി മേടിക്കാനുള്ളൂ. പക്ഷെ നമ്മളെല്ലാം കണ്ട് വെക്കും, പിന്നീട് മേടിക്കുമല്ലോ. അപ്പോൾ കണ്ട് ഈ ഡൈനിങ് സെറ്റ് നല്ല രസമുണ്ട്. ഇത് എത്ര സീറ്റാണ്, കുറേ സീറ്റാണല്ലോ. പിന്നെ ഇതാ വരുന്നത് ദിവാൻ്റെ ഈ സെറ്റ്. ഇതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ആ കുഷനും ആ സിലിണ്ട്രിക്കൽ ടേപ്പ്, ആ സെറ്റ് തറയിലിരുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള അതിവർ ഓൾറെഡി ഇതാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റംദാൻ സ്പെഷ്യലാണ്. കണ്ടോ, പിന്നെ ഈ സോഫയുടെ കളറും കൊള്ളാം. നമ്മൾ ഹോം ബോക്സിൽ നിന്നാണ് കേട്ടോ സോഫ മേടിച്ചത്. നമ്മുടെ ഗ്രേ കളറാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗ്രേ അതിപ്പോൾ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതെപ്പോഴും പോയാലും കാണും. അന്ന് നല്ലൊരു ചീപ്പ് പ്രൈസിനാണ് നമുക്ക് കിട്ടിയത്. ഒരു വെൽവെറ്റ് ടൈപ്പ് സോഫ. പിന്നെ ലെതറിൻ്റെ സോഫയൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ പിന്നെ ഇവിടെ കുറച്ച് നാൾ UAE നിൽക്കാൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ. ഒത്തിരി കോസ്റ്റ്ലിയായിട്ട് മേടിക്കണ്ടല്ലോ. പിന്നെ ഈ പിക്ചർ വാളിൽ വെക്കുന്ന പിക്ചേഴ്സ് ആണെങ്കിൽ നിറയെ കളക്ഷൻസാണ്. ഒരു വാളിൽ ഒരു പിക്ചർ വെച്ചാൽ മതി, അതൊരു സ്റ്റാൻഡേർഡ് പിക്ചറായിട്ട് ഇരുന്നോളും. കണ്ടോ, എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സിൽ നല്ല സിമ്പിളായിട്ടുള്ള പിക്ചേഴ്സാണ്, പിക്ചർ ഫ്രെയിംസാണ്. വലിയ റേറ്റ് ഒന്നുമില്ല, നമുക്ക് വെക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് നമ്മൾ പിക്ചേഴ്സ് ഫ്രെയിംസ് വെക്കുന്നതിന് പകരം ഒരു സിംഗിൾ പീസ് വെച്ചാൽ തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കും. ഇതൊന്നും പണ്ട് കണ്ടിട്ടില്ല, ഈ അടുത്ത് വന്നതാന്ന് തോന്നുന്നു. നല്ല നല്ല സെലക്ഷൻസ് ഉണ്ട്. കണ്ടു, ഈ കാണുന്നത് ഇത് ഒറ്റ വലിയൊരു വാളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ. ഈ മുകളിലത്തതും താഴത്തത് എടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി പോകുമ്പോൾ ഒന്ന് നോക്കണം കിടപ്പുണ്ടോ എന്ന്. ഇതിങ്ങനെ കയറിൽ കെട്ടുന്ന ടൈപ്പാണ് മുകളിൽ, എന്നിട്ട് ചുരുട്ടി വെക്കുന്ന ടൈപ്പ് പിക്ചർ ഹാങ്ങിങ് ആണ്. നല്ല രസമല്ലേ. പിന്നെ കുറേ റംദാൻ്റെ സ്പെഷ്യൽ ലാൻറ്റേൺസ് ഉണ്ട്, ലാമ്പ് വെക്കുന്ന ടൈപ്പ്. അതിൻ്റെ ഷെയ്ഡുകൾ, അതിൻ്റെ ട്രേസ്, ഇതൊക്കെ ശരിക്കും അത് ലാമ്പൊക്കെ വെക്കുമെന്ന് എനിക്കറിയത്തില്ല. കാണാൻ തന്നെ ഭംഗിക്ക് നമുക്ക് തൂക്കിയൊക്കെ ഇടാം. അങ്ങനത്തെ പല വെറൈറ്റീസ്, പല ഷേപ്പ്, പല സൈസിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ജൂട്ട് ടൈപ്പ് വരുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പിന്നെ ഇപ്പോൾ എല്ലാം ഡെക്കോർ ഐറ്റംസ് ഗോൾഡൻ കളറൊക്കെ നല്ല ട്രെൻഡാണ്. ഗോൾഡൻ, സിൽവർ, ക്രിസ്റ്റൽ, അപ്പോൾ അതൊക്കെ നല്ല ട്രെൻഡാണിപ്പോൾ. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു തോന്നുന്നു, വൈറ്റൊക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ. പക്ഷെ ഇങ്ങനത്തെയൊക്കെ ഇപ്പോൾ നന്നായി പോകുന്നുണ്ട്. അത് അത്രയും വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി വേറൊന്നും തന്നെ കേട്ടോ. പിന്നെ വരുന്ന ഈ ലാമ്പ് ഷെയ്ഡ് നല്ല രസമാണ്. വെറൈറ്റി ഓഫ് ലാമ്പ് ഷെയ്ഡ്സ് ഉണ്ട്. അത് നമ്മുടെ ഈ ഡിം ലൈറ്റ് ഇടുമ്പം തന്നെ ആ ഒരു ലിവിങ് റൂമിലെ ലുക്കൊക്കെ അങ്ങ് മാറും. പിന്നെ വരുന്നത് നമ്മുടെ ഫ്ലവേഴ്സും അങ്ങനത്തെ സെക്ഷൻസുമാണ്. അത് ഞാൻ ഹോം സെൻറ്ററും ഐക്യയൊക്കെ പോയാൽ ഐക്യയിൽ എനിക്ക് സെലക്ഷൻ തോന്നിയിട്ടേ ഇല്ല. ഹോം സെൻറ്ററിൽ നല്ല വില, പക്ഷേ ഇവിടെ നല്ല ലാഭമാണ് ഫ്ലവേഴ്സും ഫ്ലവർ വേസസും. പിന്നെ വലിയ വേസ് മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നീളമുള്ള ഫ്ലവേഴ്സ് വെക്കാം. അങ്ങനെ ഗാർഡനൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യേണ്ട സമയമാണല്ലോ. ഇപ്പം ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മേടിക്കാറുണ്ട്. ഇവിടെ നിന്നും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഫൗണ്ടെയിനൊക്കെ കണ്ടോ, നമ്മളൊരു ഫൗണ്ടെയിൻ മേടിച്ചിട്ടുണ്ട്, പണ്ട് മേടിച്ചത്. കണ്ടോ, നല്ല രസമില്ലേ. അപ്പോൾ ഇങ്ങനെ വാട്ടർ ഇങ്ങനെ വീഴുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, നല്ല രസമാണ്. നമ്മളത് ഫില്ല് ചെയ്യണം. പിന്നെ മോട്ടർ ഇടയ്ക്ക് കേടാവും കേട്ടോ, അത് നമുക്ക് ശരിയാക്കണം.
അങ്ങനെ അതിൻ്റെ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് ഫൗണ്ടൻ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും, പക്ഷെ നല്ല രസമാണ് ഫൗണ്ടനൊക്കെ. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡൻ കളർ തീം, അതും നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് വീടിന് തരുന്ന ഗോൾഡൻ കളർ. അതിൻ്റെ ട്രേസും അതിൻ്റെ വേസസും എല്ലാം. പിന്നെ ഈ ചെടികളൊക്കെ അഫോർഡബിൾ റേറ്റാണ്. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ചെടികളും വേസുകളും അങ്ങനെ ഒരുപാട് വാങ്ങിച്ച് കൂട്ടാറില്ല. തുടക്കത്തിൽ മേടിച്ചതൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം ഡ്രൈ ഫ്ലവർ കാറ്റഗറീസാണ്. അത് കുറേ നാൾ ഇരിക്കും, പിന്നെ ഇച്ചിരി പൊടിഞ്ഞു പോകും തോന്നുന്നു. പക്ഷെ അതിൻ്റേതായ ഒരു ലുക്കുണ്ട് ആ ഡ്രൈ ഫ്ലവേഴ്സിന്. അതിൻ്റെ കളേഴ്സൊക്കെ നല്ല സിമ്പിൾ കളേഴ്സാണ്. അതെപ്പോഴും വന്ന് ഞാൻ നോക്കിയിട്ട് പോവും, വാങ്ങിക്കാറില്ല. പക്ഷേ ഇത് കണ്ടു, ഇത് നല്ല സിമ്പിളാണ്, നല്ല ഭംഗിയില്ലേ. പിന്നെ ഹോം ബോക്സ് മാത്രമല്ല കേട്ടോ, കുറേ ഗിഫ്റ്റ് സെൻറ്റേഴ്സ് UAE-യിലുണ്ട്. അവിടെയും നിറയെ നമുക്ക് പ്ലാന്റ്സും ഡെക്കർ ഐറ്റംസ് ഒക്കെ കിട്ടും അഫോർഡബിൾ റേറ്റിന്. പിന്നെ എനിക്ക് ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൂടുതലും കൂടെ ഒരു ഭംഗി തോന്നിയിട്ടുള്ള ഹോം ബോക്സ് ഹോം സെൻറ്ററിലാണ്, ആ ഗിഫ്റ്റ് സെൻറ്ററിനെ കാട്ടി. അങ്ങനെ നമ്മൾ ഹോം ബോക്സിലെല്ലാം കണ്ട് ഇറങ്ങുവാണ്. കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ എല്ലാം കണ്ട് കാണും, മനസ്സെങ്ങും നിറയും. അത്രയും മതിയല്ലോ നമുക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ എയ്സ് എന്ന് പറഞ്ഞ കടയിൽ പോയി. അവിടെ നിറയെ ടൂൾസൊക്കെ കിട്ടുന്ന കടയാണ്. പിന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, നാച്ചുറൽ പ്ലാന്റ്സും അവിടെ കിട്ടും എയ്സിൽ. അല്ലാതെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും ഉണ്ട്, പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷെ ഒരുപാട് ഇവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ലോങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്, നമുക്ക് കോർണറിലൊക്കെ വെക്കാൻ പറ്റി. ഇവിടെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്, പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അത് കഴിഞ്ഞ് മാക്സിൽ പോയി. കുറേ നാളെ നോക്കി വെച്ച് ഈ ബാഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ഷോപ്പിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.